മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻസ് നമ്മളോടൊപ്പം പങ്കുവെക്കാനുമായി ഇൻഹൗസ് എക്സ്പേർട്ടായ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ അതുപോലെ നമ്മളോട് ജോയിൻ ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഇന്നലെ യുഎസ് വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തോതിലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രധാനപ്പെട്ട പ്രത്യേകിച്ചും ഡൗ ജോൺസ് ആണെങ്കിലും S&P 500 ആണെങ്കിലും ഒരു നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നാസ്ഡാക്ക് ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ടോണിലും വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജൂണിൽ ഫെഡ് റേറ്റ് കട്ട് നടത്തില്ല എന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റേറ്റ് കട്ട് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആളുകളുടെ എക്സ്പെക്ടേഷൻസ് കുറഞ്ഞു വരുന്നു എന്നതാണ് ഇപ്പോൾ വിദഗ്ധർക്കിടയിൽ ഉയർന്നു വരുന്ന അഭിപ്രായം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത് ISM റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാനുഫാക്ചറിംഗ് PMI 2022 സെപ്റ്റംബറിന് ശേഷം ആദ്യമായി 50 പോയിന്റിന് മുകളിലേക്ക് ഉയർന്നിട്ടുമുണ്ടായിരുന്നു. അതായത് ഇത്രയും നാള് ഉയർന്ന പലിശ നിരക്ക് മൂലം സമ്മർദ്ദത്തിലായിരുന്ന വ്യാവസായിക മേഖല തിരിച്ച് ഒരു റിക്കവറിയുടെ പാതയിലാണെന്ന സൂചനയാണ് നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കൻ വിപണിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് കഴിഞ്ഞ മാർച്ച് 5-ാം തീയതിയായിരുന്നു എൻ്റെ ലാസ്റ്റ് ഒരു ബോട്ടം കാണാൻ സാധിച്ചത്. അതിനുശേഷം നമ്മൾ തുടർച്ചയായിട്ട് ഡൗ ജോൺസ് ഇൻഡെക്സും നാസ്ഡാക്കിലും നല്ലൊരു നേട്ടം കണ്ടിട്ടുണ്ട്. സോ ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺലി എ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 39,900 ആൻഡ് നിലവിലുള്ള ഈ ഒരു ബുള്ളിഷ് ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് ബെയറിഷായി മാറണമെങ്കിൽ 39,200 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അത് ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് ഒരു സൂചനയുമില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മേജർ ഡൗ ജോൺസ് സ്റ്റോക്സ് നോക്കിക്കഴിഞ്ഞാലും ശക്തമായിട്ടൊരു ബുള്ളിഷ് അണ്ടർടോൺ കാണാൻ സാധിക്കുന്നുണ്ട്. നാസ്ഡാക്കിന്റെ കേസിൽ നാസ്ഡാക്ക് ഇൻഡെക്സ് ഇന്നലെ ഒരു അല്പം പോസിറ്റീവ്നെസ് കാഴ്ചവെച്ചിരുന്നു. എങ്കിൽ പോലും നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ 18,500 പോയിന്റ്സിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ ശക്തമായിട്ടൊരു മൂവ്മെന്റ് കാണാൻ പോകുന്നുള്ളൂ. ഇന്നലെ നാസ്ഡാക്ക് ഇൻഡെക്സിൽ നാസ്ഡാക്ക് മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഏറ്റവും ശക്തമായിട്ടൊരു സ്റ്റോക്ക് വിച്ച് ഗേവ് എ ലോട്ട് ഓഫ് റിട്ടേൺസ് വാസ് ആൽഫബറ്റ്, അതായത് ഗൂഗിൾ. ആൻഡ് ഗൂഗിളിന്റെ കേസിൽ അതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ഇന്നലെ ക്ലോസ് ചെയ്തത്. അണ്ടർടോൺ ഇൻ ഗൂഗിൾ ഇസ് വെരി വെരി സ്ട്രോങ്. നമ്മുടെ കൈവശം ഗൂഗിൾ ഷെയർസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്താം. മൈ എക്സ്പെക്ടേഷൻ ഗൂഗിളിന്റെ ഷെയർസ് $160 റെസിസ്റ്റൻസ് താമസിക്കാതെ ബ്രേക്ക് ചെയ്യും. സാറിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ക്രൂഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രൂഡിലെ ഫ്യൂച്ചേഴ്സിലൊക്കെ ഇന്ന് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ WTI ക്രൂഡിലേക്ക് വരുമ്പോൾ 0.45% നേട്ടത്തോടു കൂടി ബാരലിന് $84.09 എന്നൊരു നിലവാരത്തിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബ്രെന്റിലേക്ക് വരികയാണെങ്കിലും സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ബാരലിന് $87.81 എന്നൊരു നിലവാരത്തിലുമാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൂഡിന്റെ തുടർച്ചയായ നാട്യത്തെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ക്രൂഡിന്റെ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ക്രൂഡിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് $85. ആൻഡ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഫൈനൽ ആയിട്ട് ഒരു ടാർഗറ്റ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളത് $86.50. നമ്മളെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ $82.50 82.50 ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇസ്രായേലിനെ പിന്നെ സ്വർണത്തിലെ കൂടി നോക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഒരു കുതിപ്പ് സ്വർണം നിലനിർത്തുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഔൺസിന് $2,275.2 എന്നൊരു നിലവാരത്തിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലത്തെ ഒരു വ്യാപാരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിലും ഏകദേശം $2,280 മുകളിലേക്കൊക്കെ ഉയരുന്നൊരു സ്ഥിതി കാണുന്നുണ്ട്. ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് കഴിഞ്ഞ 3 സെഷൻസിൽ വി ആർ സീയിങ് ന്യൂ ഓൾ ടൈം ഹൈസ് ഇൻ ദ കേസ് ഓഫ് ഗോൾഡ്. സോ സ്വർണം ഇപ്പോഴത്തെ കറന്റ് ലെവൽസ് $2,275 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റെസിസ്റ്റൻസ് ഏരിയ. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് $2,300
അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിലേക്ക് കൂടി വരികയാണ്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇൻട്രാഡേയിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ചും തുടക്ക വ്യാപാരത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് നേരിയ തോതിലൊരു സമ്മർദ്ദം നേരിട്ടു എങ്കിൽ പോലും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് 0.6% നേട്ടത്തിൽ 22,462 എന്നൊരു നിലവാരത്തിലാണ്. എന്നാൽ ഇന്നിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒക്കെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ഇടിവിനുള്ളൊരു ഇടിവോട് കൂടി വ്യാപാരം ആരംഭിക്കാനുള്ള ഒരു സൂചന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വ്യാപാരത്തിൽ നിഫ്റ്റിയിൽ സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? See, Nifty 50യുടെ undertone continues to be very, very bullish. But ഞാൻ നേരത്തെ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഒരു 10-12 ദിവസത്തിനിടെ നമ്മൾ നല്ല നേട്ടം നിഫ്റ്റി 50യിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. നിഫ്റ്റി 50 അറ്റ് ദ മൊമെന്റ് അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 22,529 ആ ഒരു റേഞ്ചിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ ഒരു നേരിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നാൽ പോലും അത് ബുള്ളിഷ് അണ്ടർടോണിന് ഒരു വിധത്തിലും ബാധിക്കാൻ പോകുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 22,100 പോയിന്റ് ആയിരിക്കണം. ബട്ട് നമുക്കൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ് മൂവ്മെന്റ് കാണുമെങ്കിൽ ഇന്നത്തെ ട്രേഡിംഗിൽ 22,550 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി സാറിന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നലെ വളരെ പോസിറ്റീവ് ആയിട്ടൊരു ടോണിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 1% നേട്ടം നൽകി 47,578.25 എന്നൊരു നിലവാരത്തിലാണ്. നിഫ്റ്റി ബാങ്കുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? മുന്നോട്ടേക്ക് ഈ ഒരു സൂചികയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ഏരിയ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കുകയാണ് 48,000 പോയിന്റ് ആയിരിക്കും. മൈ എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് താമസിക്കാതെ തന്നെ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലത്തെ മാർക്കറ്റ് നോക്കുമ്പോഴേക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചത് HDFC ബാങ്കിലെ ഫൈനലി ഒരു 2-3 ആഴ്ചത്തെ ഒരു എഫേർട്ടിന് ശേഷം HDFC ബാങ്കിൽ ഒരു ബുള്ളിഷ് ട്രിഗർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത മേജർ റെസിസ്റ്റൻസ് HDFC ബാങ്കിന്റെ കേസിൽ 1,530 രൂപയിലായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും SBIയിലെ കാര്യമായിട്ടൊരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിച്ചില്ല. ബട്ട് 760 റുപ്പീസ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ. കോട്ടക് ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും കോട്ടക് ബാങ്കിൽ ഇന്നലെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയായി. ബട്ട് കോട്ടക് ബാങ്കിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1,820 രൂപയായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നിപ്പോൾ നമ്മളുടെ ഈ ഒരു 4th ക്വാർട്ടറിലെ റിസൾട്ടുകളൊക്കെ വരാനിരിക്കുന്നുണ്ട്. പല കമ്പനികളും അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നലെ അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ക്വാർട്ടറിലെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച രേഖപ്പെടുത്തും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബിസിനസ് അപ്ഡേറ്റിൽ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അവരുടെ ക്യാഷ അനുപാതം നോക്കുകയാണെങ്കിൽ 8% വർധനവ് രേഖപ്പെടുത്തിക്കൊണ്ട് 32,654 കോടി രൂപ ആകും എന്നൊരു പ്രതീക്ഷയാണ് ബിസിനസ് അപ്ഡേറ്റിൽ കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റ് അവരുടെ പാരാമീറ്റേഴ്സിലേക്ക് കൂടിയൊക്കെ നോക്കുകയാണ്. ഇതിൽ ഗ്രോസ് അഡ്വാൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 77,786 കോടി രൂപയിൽ നിന്നും 80,337 കോടി രൂപയായി പാദാടിസ്ഥാനത്തിൽ വളർച്ച രേഖപ്പെടുത്താൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇന്നലെ പരിശോധിക്കുമ്പോൾ മികച്ച ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 6% ഉയരാനായിട്ട് ഇന്നലത്തെ ഒരു വ്യാപാരത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ഇസ് സൈഡ് വേസ്. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നമ്മളൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കഴിഞ്ഞ ദിവസമായിരുന്നു ഇതിന്റെ ഒരു റൈറ്റ്സ് ഇഷ്യൂ നടന്നത്. അതിനെ തുടർന്ന് ഒത്തിരി ലിക്വിഡിറ്റി മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട്. സോ വി ഷുഡ് ബി പ്രിപ്പയർഡ് ഫോർ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 32 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 26.50 രൂപയുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് യു ക്യാൻ കണ്ടിന്യൂ ടു ഹോൾഡ് ഓൺ ടു യുവർ ലോങ് പൊസിഷൻ. അതിനോടൊപ്പം തന്നെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെയും ബിസിനസ് അപ്ഡേറ്റ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. CSB ബാങ്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഗ്രോസ് അഡ്വാൻസ് വാർഷികാടിസ്ഥാനത്തിൽ ഏകദേശം
18%, കൃത്യമായി പറയുകയിൽ 17.91% വളർച്ചയോടുകൂടി 24,574 കോടി രൂപയായി ഉയരുമെന്നാണ് ബിസിനസ് അപ്ഡേറ്റിൽ പുറത്തു വന്നിരിക്കുന്നത്. ടോട്ടൽ ഡിപ്പോസിറ്റിലേക്ക് പരിശോധിക്കുകയാണെങ്കിലും വാർഷികാടിസ്ഥാനത്തിൽ 21.27% വളർച്ച രേഖപ്പെടുത്തുമെന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ക്യാഷ് അനുപാതത്തിൽ 2.5% വർധനയുമാണ് വാർഷികാടിസ്ഥാനത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ ഒരു CSBയുടെ പ്രകടനം നോക്കുകയാണെങ്കിലും ഏകദേശം 4.5% നേട്ടം നൽകാനായിട്ട് CSBക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ CSBയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സോ ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് ഇതേപോലെ ഇന്നലെ നേട്ടം കിട്ടിയിരുന്നു. ആൻഡ് CSB ബാങ്കിന്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കൂടെ തന്നെ ഒത്തിരി PSU ബാങ്കിങ് സ്റ്റോക്സ്, എസ്പെഷ്യലി സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സിലും നമുക്ക് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിരുന്നു. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് മുതലായ സ്റ്റോക്സിലൊക്കെ. CSB ബാങ്കിന്റെ സ്പെസിഫിക് കേസ് വരുമ്പോഴേക്കും CSB ബാങ്കിന്റെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കാര്യം എന്തെന്നാൽ ഒത്തിരി മാസങ്ങൾക്ക് ശേഷം CSB ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 380 രൂപയിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 40 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുമ്പോൾ ഒരു സ്റ്റാർ പെർഫോമർ ആയിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി മെറ്റൽ സൂചിക തന്നെയായിരുന്നു. ഏകദേശം 3.5% നേട്ടം കൈവരിക്കാൻ സാധിക്കുകയും ഇൻട്രാഡേയിൽ പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി മെറ്റലിൽ ഇന്നത്തെ ഒരു ടോപ്പ് പെർഫോമറായി മാറിയത് ഹിന്ദുസ്ഥാൻ കോപ്പർ ആണ്. 11.27% നേട്ടമാണ് ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ ഓഹരികൾ ഇന്നലെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പറുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? See, Hindustan Copper outlook continues to be very, very bullish long term. ഷോർട്ട് ടേമിൽ ആക്ച്വലി നമ്മൾ ജനുവരി മാസത്തിൽ 300 രൂപയ്ക്ക് അടുത്തൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വി ഹഡ് സീൻ എ ബിഗ് കൺസോൾട്ടേഷൻ കറക്ഷൻ. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ നമുക്ക് കിട്ടുന്ന സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കറക്ഷന്റെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തി. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇന്നലെ ഇൻഷുറൻസ് കമ്പനികളിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ ഒരു ബൈയിങ് ഇൻഡസ്ട്രി കടന്നു വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. LIC, ജനറൽ ഇൻഷുറൻസ് ഒക്കെ ഓഹരിയിൽ വലിയ തോതിലൊരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ LICയിലേക്കാണ് സാറിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നലെ 6% നേട്ടത്തിൽ 971.95 എന്നൊരു നിലവാരത്തിലായിരുന്നു LICയിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 2 മാസത്തിനടുത്ത് വലിയൊരു കറക്ഷന് ശേഷമാണ് ശക്തമായിട്ടൊരു മുന്നേറ്റം വീണ്ടും LICയിൽ നടന്നിരിക്കുന്നത്. LICയുമായി ബന്ധപ്പെട്ട് സാർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ഒരു ലെവലിൽ ഒരു അവസരം വാങ്ങാനൊരു അവസരം താങ്കൾ കാണുന്നുണ്ടോ? അനില പറഞ്ഞ വളരെ ശരിയാ. ഫെബ്രുവരി മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ച 1175 രൂപയിൽ. അതിനുശേഷം വലിയൊരു കറക്ഷൻ ആയിരുന്നു LIC നേരിട്ടത്. ആൻഡ് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് പാറ്റേണിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്റ്റോക്സ് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1000 രൂപയായിരിക്കാം. 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അതിനോടൊപ്പം തന്നെ മുത്തൂറ്റ് ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ മുത്തൂറ്റ്, മണപ്പുറം പോലെ ഗോൾഡ് ലൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഓഹരികളിലെല്ലാം തന്നെ വലിയ തോതിലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മുത്തൂറ്റ് ഫിനാൻസ് ഇന്നലെ 5% നേട്ടത്തിൽ 1557.25 എന്നൊരു നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുതിയൊരു 52 വീക്ക് ഹൈ നിലവാരമായിട്ടുള്ള 1585 എന്നൊരു റേഞ്ചിലേക്ക് എത്താനും ഇൻട്രാഡേയിൽ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായിട്ട് സ്വർണത്തിലുണ്ടാവുന്ന വർധന വലിയ തോതിൽ ഈ ഓഹരികൾ അല്ലെങ്കിൽ കമ്പനികളെ പോസിറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മുത്തൂറ്റ് ഫിനാൻസുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ഈ ഓഹരിയിൽ ഇനിയൊരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? മുത്തൂറ്റ് ഫൈനാൻസ് കഴിഞ്ഞ ഒരു 4-5 സെഷൻസിലായിട്ട് നമുക്ക് ഒത്തിരി നേട്ടം നൽകി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇപ്പോൾ ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
സ്റ്റോക്കിന്റെ മുന്നിൽ ഇനി ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ ഉള്ളൂ. അതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 1700 രൂപയ്ക്ക് അടുത്ത്. വരും സെഷൻസിൽ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കഴിഞ്ഞ 4-5 സെഷൻസിൽ ഇത്രയും വലിയ നേട്ടം കിട്ടിയതിനെ തുടർന്ന് പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അവോയ്ഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ടാറ്റ ടെക്നോളജി വലിയ തോതിലൊരു മുന്നേറ്റം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 2.5% നേട്ടം രേഖപ്പെടുത്താൻ ടാറ്റ ടെക്നോളജിക്ക് സാധിച്ചിട്ടുണ്ട്. 1049.8 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഓഹരി വിപണിയിലേക്ക് എത്തിയിട്ട് അധിക കാലമായില്ല. ലിസ്റ്റ് ചെയ്ത സമയത്തുള്ള ഒരു ഹൈ ആയിട്ടുള്ള 1400 എന്നൊരു ലെവലിലേക്ക് ഉയരാൻ ഇതുവരെയും ടാറ്റ ടെക്നോളജിക്ക് സാധിച്ചിട്ടുമില്ല. ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അനില പറഞ്ഞ വളരെ ശരിയായിരുന്നു. അതായത് ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 3 മാസങ്ങൾക്കിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ട നിരവധി സ്റ്റോക്സിൽ നമുക്ക് വലിയ കനത്ത സെല്ലിംഗ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അതിൽ ഒരു സ്റ്റോക്ക് ആയിരുന്നു ടാറ്റ ടെക്നോളജി. ആൻഡ് മൈ ബിലീഫ് ടാറ്റ ടെക്നോളജിയുടെ ബോട്ടം ലെവൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്ത് തുടങ്ങാവുന്ന ഒരു ലെവലായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിൽ ഒരേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോക്കിൽ നമുക്ക് ഒരു ബോട്ടമിങ് ഔട്ട് ആയെന്ന് നമുക്ക് ഒരു 100% ഒരു സർട്ടനിറ്റിയോടെ നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും ഈ സ്റ്റോക്ക് 1000 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ആൻഡ് കമ്പയർഡ് ടു ദ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഈ സ്റ്റോക്കിൽ നമുക്ക് എളുപ്പത്തിന് ഒരു 15, 20, 25% നേട്ടം ഒരു മീഡിയം ടേമിൽ കിട്ടാൻ സാധിക്കും. അതിന്റെ ഒപ്പം തന്നെ അതേ സമയത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട മറ്റ് പല സ്റ്റോക്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫെഡറൽ ബാങ്കിന്റെ ഫൈനാൻഷ്യൽ സർവീസസ് കമ്പനി ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ്, ഈ ഒരു സ്റ്റോക്കിലും ഇന്നലെ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഫെഡറൽ ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസിൽ എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 108 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. എഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ 20-25% നേട്ടം കിട്ടാൻ നല്ല ചാൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഗാന്ധാർ ഓയിലിന്റെ കേസിൽ ഇന്നലെ എഗെയിൻ നമുക്ക് ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ലെവൽ ഞാൻ കാണുന്നത് 185 രൂപയിലാണ്. സോ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ എഗെയിൻ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 240, അതിനെ തുടർന്ന് 260 രൂപയിലും ആയിരിക്കും. കേരള ബേസ്ഡ് മറ്റൊരു കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഇറ്റ് വാസ് മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസ്. മുത്തൂറ്റ് മൈക്രോ ഫൈനാൻസിന്റെ കേസിൽ എനിക്ക് തോന്നുന്നില്ല 185 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. കറന്റ് ലെവൽസ് ഓഫ് 210, 215 ഐ തിങ്ക് നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 230, അതിനെ തുടർന്ന് 240, അതിനെ തുടർന്ന് 255 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസ് സോൺസ്. ആൻഡ് ഇതില് ഒക്കെ നമുക്ക് കോൺട്രേറിയൻ വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് എഗൻസ്റ്റ് ദ ട്രെൻഡ്, ഔട്ട് ഓഫ് ഫേവർ സ്റ്റോക്സ്, ബട്ട് റിസ്ക് ടു റിവാർഡ് നമുക്ക് വളരെ വളരെ ഫേവറബിൾ ആയിട്ട് ഈ സ്റ്റോക്സിലൊക്കെ കാണാൻ സാധിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായി എത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് മധു എന്ന പ്രേക്ഷകൻ വണ്ടർല ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഒരു പുതിയൊരു 50 TV ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1040.65 എന്ന 50 TV ഹൈയിലേക്ക് എത്തിയ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് നേരിയ നേട്ടത്തിൽ 994.9 എന്നതിലാണ്. വണ്ടർല ഹോളിഡേയ്സുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അനില, വണ്ടർലോട്ട് വരുന്നതിന് മുൻപ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ വേറൊരു ബാങ്കിങ് സ്റ്റോക്കിലോട്ടും കൂടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, വിച്ച് ഇസ് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്. സോ AU ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും എഗെയിൻ കഴിഞ്ഞ 4-5 മാസങ്ങളായിട്ട് കനത്ത സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു AU ബാങ്ക്. 820 rupees ആയിരുന്നു അതിൻ്റെ ഒരു 52 ഓൾ ടൈം ഹൈ ലെവൽ. അതിനുശേഷം വലിയൊരു സെല്ലിംഗ് നേരിട്ട് കഴിഞ്ഞ ആഴ്ച 560 രൂപ വരെ ഈ സ്റ്റോക്ക് താഴോട്ട് വന്നിരുന്നു. മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് ഈ ഒരു സ്റ്റോക്കിന്റെ ബോട്ടം നമ്മൾ കണ്ടു കഴിഞ്ഞു. കറന്റ് ലെവൽസിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ റെസിസ്റ്റൻസ് എനിക്ക് കാണാൻ സാധിക്കുന്നു ആദ്യത്തെ 660 രൂപയും അതിനെ തുടർന്ന് 680 രൂപയിലും. നൗ വണ്ടർലയുടെ കേസ് എടുക്കുമ്പോഴേക്കും വണ്ടർല ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്
ആൻഡ് വണ്ടർലയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. ബട്ട് അറ്റ് ദിസ് മൊമെന്റ് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് ഏരിയ 920 രൂപയിലായിരിക്കും. അനിൽകുമാർ എന്ന പ്രേക്ഷകൻ അദാനി വിൽമറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6% നേട്ടത്തിൽ 341.25 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഓഹരിയുടെ 52 ഹൈ നോക്കുകയാണെങ്കിൽ 2023 മെയ് രേഖപ്പെടുത്തിയ 509 എന്നതാണ്. അദാനി വിൽമറുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? അദാനി വിൽമറുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിലും നമ്മൾ ഇതിന്റെ ഒരു ബോട്ടമിംഗ് ഔട്ട് കണ്ടു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈ സ്റ്റോക്ക് 315 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സോ നമ്മളൊരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് നമുക്കൊരു സേഫ്റ്റിയോടെ ലോവർ റിസ്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കണമെങ്കിൽ 360 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് 40 രൂപയുടെ നേട്ടം ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. സംഗീത് എന്ന പ്രേക്ഷകൻ സുപ്രിയ ലൈഫ് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ 6% നേട്ടത്തിൽ 355 രൂപ എന്നൊരു നിലവാരത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയ 394 ഈ ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? സോ അണ്ടർടോൺ ലോങ് ആൻഡ് ഷോർട്ട് ടേം വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. സ്റ്റോക്കിലെ ഫൈനാൻഷ്യൽസ് കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിലെ ലോങ് പൊസിഷൻ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാം. സ്റ്റോക്കിന്റെ ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത് 380 അതിനെ തുടർന്ന് 395 ആയിരിക്കും. ആൻഡ് ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 10% നേട്ടം അവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സുകേഷ് എന്ന പ്രേക്ഷകൻ അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോളോ ടയേഴ്സുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? അൺഫോർച്ചുനേറ്റ്ലി അപ്പോളോ ടയേഴ്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഇതിലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് ഏരിയ 438 കാണുന്നത്. ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണണമെങ്കിൽ 482 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 502 രൂപയായിരിക്കും അടുത്ത മേജർ റെസിസ്റ്റൻസ്. അതിനോടൊപ്പം ധാരാളം പ്രേക്ഷകർ മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നലെ അവരുടെ ഒരു ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് സെയിൽസ് ആണ് എന്നാണ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു വ്യാപാരത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കായിരുന്നു ഇത്തരത്തിലൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ മാരുതി സുസുക്കിയുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവയ്ക്കുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സുസുക്കി ആക്ച്വലി നിഫ്റ്റിയുടെ റിക്കവറിയെ കഴിഞ്ഞ 4 ആഴ്ചകൾക്കിടെ നയിച്ചിരിക്കുന്ന ഒരു മേജർ സ്റ്റോക്കാണ് മാരുതി സുസുക്കി. സോ മാരുതി സുസുക്കി നോക്കുമ്പോഴേക്കും ജനുവരി മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 9737 രൂപയിൽ. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഇതിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 12,726 രൂപ വരെ സ്റ്റോക്ക് എത്തിയിരുന്നു. ഈ ഹൈ ലെവൽസിൽ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടേം ട്രേഡിംഗ് അവസരം നമുക്ക് ലഭിക്കാൻ പോകുന്നത് 12,500 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ. കാര്യം 12,500 റുപ്പീസിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 300 രൂപയുടെ കറക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇസ്രായേലൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ പെട്രോനെറ്റ് LNGയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തലുകൾ കൂടി ചോദിച്ചിട്ടുണ്ട്. ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് സർ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? പെട്രോനെറ്റ് LNG ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഏരിയ എനിക്ക് കാണാൻ സാധിക്കുന്നത് 255 രൂപ. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 275 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബുള്ളിഷ്.
സർ, മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഹൈവേസ് ലിമിറ്റഡ് ഭാരത് ഹൈവേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിലയിരുത്തലാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരി ഇന്നലെ ഏകദേശം 2% ഇടിവിൽ 107.83 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 52 ഹൈ നോക്കുകയാണെങ്കിൽ മാർച്ച് 27 രേഖപ്പെടുത്തിയ 111.9 ആണ്. ഭാരത് ഹൈവേസുമായി ബന്ധപ്പെട്ട സാറിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വ്യൂ എന്താണ്? ഭാരത് ഹൈവേസ് വന്നിട്ട് ഒരു ഷെയർ അല്ല എന്നുള്ളൊരു കാര്യം പ്രേക്ഷകർ മനസ്സിലാക്കണം. ഈ ഒരു പ്രോഡക്റ്റിന്റെ പേര് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന ഇതിന്റെ ഒരു പേര്. ആൻഡ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് ഫെബ്രുവരി മാസത്തിന്റെ അവസാനമായിരുന്നു. അറൌണ്ട് 101 രൂപയിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റിൽ അറ്റ് ദ മൊമെന്റ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു 2-3 ആഴ്ചകൾ കൂടെ ഇതിൽ ട്രേഡിംഗ് നടക്കട്ടെ, ഈ സ്റ്റോക്ക് ഒന്ന് സെറ്റിൽ ഡൗൺ ചെയ്യട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലൊരു പുതിയ ലോങ് പൊസിഷൻ വേണോ വേണ്ടയോ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇസ്രായേലിനൊപ്പം ധാരാളം പ്രേക്ഷകർ IRFCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്. IRFCയുമായി ബന്ധപ്പെട്ട് സാർ മുന്നോട്ടേക്ക് കാണുന്ന എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? IRFC മറ്റ് പല റെയിൽവേ സ്റ്റോക്സിനെ പോലെ തന്നെ കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ 152 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് ഇപ്പൊ എൻ്റെ അടുക്ക് IRFCയെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് ഇന്നലത്തെ ട്രേഡിംഗിൽ എൻ്റെ ശ്രദ്ധ വന്ന മറ്റൊരു റെയിൽവേ സ്റ്റോക്ക് IRCTC ആയിരുന്നു. IRCTC ഇന്നലെ വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ആൻഡ് ഈ സ്റ്റോക്ക് 980 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ നേട്ടം നമുക്ക് ഷോർട്ട് ടേമിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാം. സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായി സൊമാറ്റോയുമായി ബന്ധപ്പെട്ടുള്ള സാറിന്റെ ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ഓഹരി ഇന്നലെ 1% നേട്ടത്തിൽ 184.1 എന്നൊരു നിലവാരത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സൊമാറ്റോയുമായി ബന്ധപ്പെട്ട സാറിന്റെ വിലയിരുത്തൽ എന്താണ്? സൊമാറ്റോയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും കാണുന്നില്ല. ബട്ട് ഓൺലി തിങ് ഇസ് ഇതിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്ക് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ 175 രൂപ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സർ, ഏതായാലും ധാരാളം ക്വയറീസ് എത്തുന്നുണ്ട്. സമയപരിമിതി മൂലമാണ് ഇതിനെല്ലാം അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്. ഏതായാലും ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും ഈ ക്വയറീസ് എല്ലാം തന്നെ പ്രതീക്ഷിച്ചാൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന സമയത്ത് കഴിവതും ഈ ക്വയറീസ് എല്ലാം അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. വീണ്ടും മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.